ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി എടുക്കുക പോവാ. ചിമ്മിനടിച്ച് ഹീറോയിന് പോയായിരുന്നു. ചിമ്മിനടിച്ച് പോയായിരുന്നു. ചിമ്മീനെ നോക്കുമായിരുന്നു. ചിമ്മീൻ്റെ ഇയർഫോൺ, കാലിൽ ഇയർഫോൺ ഉണ്ടായിരുന്നു. ചിമ്മി അമ്പലം അടിച്ചിട്ട് പോയായിരുന്നു. ഓ, ചിമ്മിനോട് ഹീറോയ്ക്ക് മുറയ്ക്കാൻ തുടങ്ങിയായിരുന്നു. ജിമ്മിൻ പോയ ജിമ്മിന് വന്നായിരുന്നു. മാം എന്ന് ഹീറോയ്ക്ക് തിരിഞ്ഞ് നോക്കിയാൽ സോറി മാം എന്ന് പറഞ്ഞ് ജിമ്മിന് പോയായിരുന്നു. ശരി, ഓക്കെ തന്നെ പോയായിരുന്നു. അങ്ങനെ ജിമ്മിൻ ഹീറോയിനെ നോക്കി സൈറ്റ് അടിക്കായിരുന്നു, വിടാതെ സൈറ്റ് അടിക്കായിരുന്നു. അങ്ങനെ ജിമ്മിൻ ഭയങ്കര സൈറ്റ് അടിക്കായിരുന്നു. അങ്ങനെ ജിമ്മിൻ്റെ ബർത്ത്ഡേ, അതെ ഇപ്പം ജിമ്മിനിക്ക് പറഞ്ഞാൽ ഇങ്ങനെ ഡേസ് പോലെ ഇപ്പോൾ ജിമ്മിൻ്റെ ബർത്ത്ഡേ. ജിമ്മിനിക്ക് ഇപ്പോൾ 19 വയസ്സായി. ഇപ്പം ജിമ്മിൻ സെക്കൻഡ് ഇയറൊക്കെ എത്തി. ഹീറോ ഇപ്പോൾ സെക്കൻഡ് ഇയറിൽ ടീച്ചറാണ്. ജിമ്മിനിക്കും ഹീറോയിൻ നോക്കായിരുന്നു ജിമ്മിന് വെച്ച് കണ്ണടക്കാതെ സൈറ്റ് അടിച്ചായിരുന്നു. കുറേ ഗേൾസ് ജിമ്മിൻ്റെ ബർത്ത്ഡേക്ക് വിളിച്ചായിരുന്നു. അതുകൊണ്ട് ജിമ്മിൻ എല്ലാവരും വരാൻ പറഞ്ഞു. അതിൽ ഹീറോയിൻ്റെ പുറകെ നടക്കും ഒരു പ്രൊപ്പോസർ. അത് ഹീറോയിൻ മേലെ കണ്ണുണ്ടായിരുന്നു. ജിമ്മിനെ നോക്കുകയുണ്ടായിരുന്നു. ഹീറോയി കുടിക്കുന്ന ഒരു ജ്യൂസ് എടുത്തായിരുന്നു. ഡ്രിങ്ക്സ് കുടിക്കുന്നില്ല എന്ന് ജിമ്മിൻ ഹീറോയിനെ ഫോളോ ചെയ്തായിരുന്നു. മൊട്ട അങ്കിൾ ഉണ്ടായിരുന്നു. മൊട്ട അങ്കിളിനെ കൂടെ ജിമ്മിൻ ജോലി കോമഡി പറഞ്ഞു. യഥാർത്ഥം നോക്കുമ്പോൾ ഹീറോയിൻ്റെ അടുത്ത് വന്ന ആ ടീച്ചർ കൊണ്ട് ജിമ്മിനൊക്കെ ടെൻഷനായിരുന്നു. ആ ടീച്ചർ എന്തോ ഒന്ന് ജ്യൂസിൽ കളക്കുന്ന ജിമ്മിന് കണ്ടായിരുന്നു. അങ്ങനെ ജിമ്മിൻ ക്യാമറ പറഞ്ഞ ജിമ്മിൻ എന്തോ ഇങ്ങനെ എന്തോ ഒന്നും ശരിയില്ലെന്ന് ജിമ്മിൻ ഫോളോ ചെയ്ത് വീഡിയോ എടുക്കാൻ അവന് സംസാരിക്കുന്ന മൊത്തം അതിൽ പിടിച്ചായിരുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ജിമ്മിൻ വന്നായിരുന്നു. ഹീറോയെ കുടിക്കാൻ പോയത് ജിമ്മിൻ നോക്കുകയുണ്ടായിരുന്നു. അങ്ങനെ കുടിച്ചു. അത് ഹീറോയ്ക്ക് ഒരുമാതിരി ആവാൻ തുടങ്ങിയായിരുന്നു. ജിമ്മിന് മൊത്തം വീഡിയോ ഒക്കെ ആയിരുന്നു. ജിമ്മിൻ ഒരാളെ വിളിച്ചായിരുന്നു. ജിമ്മിൻ അതിൽ പേപ്പർ ഫ്രണ്ട് ജിമ്മിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, വി ഷോക്കായി നോക്കായിരുന്നു. വീൻ്റെ അവിടെ ഞാൻ കട്ടിയാണ്. വി പോയിട്ട് അങ്ങനെയായിട്ട് പ്രൊപ്പോസറിനെ വിളിച്ചിട്ട് അവിടുന്ന് പോയായിരുന്നു. അങ്ങനെ ജിമ്മിന് വന്ന് ഹീറോയെ പിടിച്ച് ടീച്ചർ എന്നെ കൂടെ വാന്ന് പറഞ്ഞ് പാർട്ടിയുടെ കഴിഞ്ഞാൽ ടീച്ചറിനെ വിളിച്ചുകൊണ്ട് പോയായിരുന്നു. ടീച്ചർക്ക് കുറച്ച് പ്രശ്നം വന്നായിരുന്നു. സാർ നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞു. ആ ടീച്ചറിൻ്റെ വൈഫ് വിളിച്ചായിരുന്നു. ആ ടീച്ചർക്ക് അവരുടെ മാരേജും ആയിരുന്നു. അങ്ങനെ വൈഫ് ഫോൺ ചെയ്ത് വിളിച്ചായിരുന്നു. ഞങ്ങളെ മോനെ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ആ ടീച്ചർ അവിടുന്ന് പോയായിരുന്നു. ആ ടീച്ചർക്ക് മറന്നുപോയി. കാർ ഡ്രൈവ് ചെയ്ത് കുറച്ച് ദൂരെ എത്തുമ്പോൾ ആ സാർക്ക് ഓർമ്മ വന്നു. അയ്യോ, ഇപ്പം എന്താ ചെയ്യുക, വേറെ വയ്യില്ല, എൻ്റെ വൈഫിക്ക് എൻ്റെ മകന് കഴിഞ്ഞില്ല എന്ന് ആ ടീച്ചർ അവിടുന്ന് പോയിരുന്നു. അങ്ങനായിട്ട് ഹീറോയി അങ്ങനെ ഒരു ബോധത്തിൽ ഒരുമാതിരി ഡ്രഗ്സ് കൊടുത്തായിരുന്നു. ടീച്ചർ കൂടെ ഇരിക്കണോ എന്ന്, ഹീറോയിനെ കൂടെ ഇങ്ങനെ ഇരിക്കണോ എന്ന് വെച്ചിട്ട് ആ ടീച്ചർ പ്ലാൻ ചെയ്തായിരുന്നു. ജിമ്മിനെ എടുത്തുകൊണ്ട് വന്നായിരുന്നു. പിന്നെ ജിമ്മിന് പറഞ്ഞ ജിമ്മിൻ്റെ വീട്ടിലാണ് പാർട്ടിയായിരുന്നു. എല്ലാവരും പോയായിരുന്നു. ജിമ്മിൻ ഹീറോയിൻ്റെ റൂമൊക്കെ എടുത്തുകൊണ്ട് വന്നായിരുന്നു. ഇത് ജിമ്മിൻ മമ്മി ഡാഡി നോക്കായിരുന്നു. ജിമ്മിന് കേട്ട മമ്മി ഡാഡിക്കൊക്കെ ആരടാ ഇത്, മോം ഡാഡ് ഞാൻ ഇവരെ ലവ് ചെയ്യാമെന്ന് പറയാറ്. ജിമ്മിൻ മമ്മി ഡാഡി എന്താടാ നീ പറഞ്ഞു, പ്ലീസ് മമ്മി ഡാഡി നടന്ന കാര്യം ജിമ്മിന് വീഡിയോ കട്ടിയാണ്. എൻ്റെ ഗേൾ ഫ്രണ്ട് ഇവൻ ആരെ ടച്ച് ചെയ്യുക ജിമ്മിൻ, അത് മോം പ്ലീസ് എന്ന് ജിമ്മിന് പറയായിരുന്നു. ശരിടാ അതൊക്കെ ഇപ്പം എന്താ പ്ലീസ് എന്ന് ജിമ്മിന് പറയായിരുന്നു. ശരിടാ എന്ന് പറഞ്ഞ് ഹീറോയിനെ വിളിച്ചോണ്ട് വന്നായിരുന്നു. അങ്ങനെ ഹീറോയിന് റൂമൊക്കെ എടുത്തോണ്ട് പോയത്. ജിമ്മിൻ ഇവിടെ കേട്ടായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഒരുമാതിരിയായിരുന്നു. ജിമ്മിൻ ശരി വേറെ വയ്യില്ല ലോക്ക് ചെയ്ത് സൗണ്ട് പ്രൂഫ് റൂം. അതിനെക്കൊണ്ട് ഹീറോയും കൂടെ ക്ലോസ് ആയിരുന്നു ജിമ്മിൻ. അങ്ങനെ രണ്ടുപേരും നല്ല റൊമാൻസ് ആയിരുന്നു. ജിമ്മിൻ ഹീറോയും കൂടെ ഇരുന്നായിരുന്നു. ജിമ്മിനിക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് ജിമ്മിൻ ഹീറോയും കൂടെ ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് ജിമ്മിനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഹീറോയെ ജിമ്മിനെ പിടിച്ച് കിസ് ചെയ്യായിരുന്നു. ജിമ്മിൻ പറഞ്ഞു, വേണ്ട ടീച്ചർ, നിങ്ങൾക്ക് ഇത് ഓർമ്മ വന്ന് വയ്യാനാവും എന്ന് ജിമ്മിന് പറയായിരുന്നു. ഹീറോയെ കേട്ടില്ലായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാം നടന്നായിരുന്നു. ജിമ്മിനെ ഫസ്റ്റ് ഹീറോയെ ഫോസ്റ്റ് കിസ് ചെയ്തായിരുന്നു. അങ്ങനെ ജിമ്മിന് ഫസ്റ്റ് കിസ് ജിമ്മിനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇതെല്ലാം ക്ലോസ് ആയിരുന്നു. രാവിലെ എനിക്ക് നോക്കി ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഹീറോയ്ക്ക് എല്ലാം ഓർമ്മ വന്നായിരുന്നു. അയ്യോ എല്ലാം നടന്നെല്ലാം പറയാനും ഹീറോയ്ക്ക് കുറച്ച് ഓർമ്മ വന്നായിരുന്നു. ഹീറോയെ എസ്കേപ്പ് ആവുന്ന ജിമ്മിൻ നല്ല ഉറക്കമായിരുന്നു. ഹീറോയെ അവിടുന്ന് ഓടിപ്പോയിരുന്നു. ജിമ്മിനെ വെച്ച് നോക്കും, ഹീറോയിനെ കാണില്ല. അയ്യോ പോയോ എന്ന് പറഞ്ഞ് ജിമ്മിന് വീട് ചേഞ്ച് ആയിരുന്നു. ഹീറോയ്ക്ക് ഒരുമാതിരി അയ്യോ ഇവൻ കൂടെ ഇരുന്നതാ എന്ന് പറഞ്ഞ് ഹീറോയിനെ വീട് ചേഞ്ച് പാവം എന്ന് പറഞ്ഞ്. ഇപ്പം ഹീറോയ്ക്ക് പറഞ്ഞാൽ ജിമ്മിന് 18 വയസ്സാകുമ്പോൾ ഹീറോയ്ക്ക് 24 വയസ്സ്. ഇപ്പം ഹീറോയ്ക്ക് 25 വയസ്സായി. ജിമ്മിൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഹീറോയിന് വീട് ചേഞ്ച് ആയിരുന്നു. പാവം നമ്മളെ ഹീറോയിൻ. അങ്ങനെയായിട്ട് 25 വയസ്സ് നടക്കാൻ പോകുന്നത് ഹീറോയ്ക്ക് പാവം. ഹീറോയ്ക്ക് എന്ന് വെച്ചാൽ വരില്ലായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് കൂടെ ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് എങ്ങനെയായിട്ട് ഈ ക്ലാസ് പഠിച്ചിട്ട് ഇവിടെ നിന്നും പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോ പറഞ്ഞാൽ എക്സാം അല്ല കഴിഞ്ഞായിരുന്നു. നെക്സ്റ്റ് സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത്. ജിമ്മിനൊക്കെ എക്സാം ആയിരുന്നു. അതുകൊണ്ട് ഹീറോ എക്സാമൊക്കെ അല്ല വന്നായിരുന്നു. അതിനായിട്ട് ഹീറോയ്ക്ക് വേറെ വഴിയില്ല. അതിനായിട്ട് പ്രിൻസിപ്പളോട് പറഞ്ഞായിരുന്നു, സാർ
എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട് സാർ. ഇന്ത്യയിൽ പോയിട്ട് സെറ്റിലാകാൻ പോവാന്ന് സാറിനോട് പറയായിരുന്നു. ടീച്ചർ കേൾക്കായിരുന്നു എന്നപ്പോൾ അങ്ങനെ പറയുന്നത്. അത് ജിമ്മിനൊക്കെ ഒരാൾ പറഞ്ഞ് അവിടെ ഒരു ജോലി ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ഒരു ഹീറോയിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ജിമ്മിനൊക്കെ ഓൾറെഡി കൊടുത്തയച്ചായിരുന്നു. ഹീറോയിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഹീറോയിൽ പോകുന്ന കാര്യം ജിമ്മിനൊക്കെ അറിയിച്ചായിരുന്നു. ജിമ്മിനൊക്കെ ഷോക്കായിരുന്നു. അതിനെ കൊണ്ട് ഷോക്കായിരുന്നു. അവൾ പോട്ടെ, അവളെ എവിടേക്കാണ് പോകുന്നത് എനിക്കറിയണം എന്ന് ജിമ്മിൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോ അവിടുന്ന് ഇനി ടി സി എടുത്ത് ഹീറോ അവിടുന്ന് പോയി ഇന്ത്യക്ക് വന്നായിരുന്നു. ഹീറോയിൻ്റെ വീട് ഒരുപാട് ചേഞ്ച് ആയിരുന്നു. മോം എന്താ പറ്റി എന്ന് പറ്റി ഒന്നുമില്ല അമ്മ എന്ന് പറയായിരുന്നു ഹീറോയിൻ്റെ വീട് ഒരുപാട് ചേഞ്ച് ആയിരുന്നു. അങ്ങനെ കൊണ്ട് ഹീറോയി പറഞ്ഞ അമ്മ എല്ലാച്ചാരോട് പറഞ്ഞിട്ട് ഹീറോയി പറഞ്ഞ് വേറെ കോളേജിൽ ജോയിൻ ചെയ്തായിരുന്നു ഹീറോയി. അതെ, വേറെ കോളേജ്, ഹീറോയുടെ ഫ്രണ്ട് ഉള്ള കോളേജിൽ ജോയിൻ ചെയ്തായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് പറയുന്നു മച്ച അത് എന്ന് പറയുന്നു. അതടി വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. ഹീറോയുടെ ഫ്രണ്ട് കൂടെ വേറെ കോളേജ് ജോയിൻ ചെയ്തായിരുന്നു. ആ കോളേജ് പറഞ്ഞ അതേകൊണ്ട് ഹീറോയുടെ ഫ്രണ്ട് പറയുന്നു മച്ച ഇതെന്താ നീ പറയണത് അതേടി എന്ന് പറഞ്ഞ് ഹീറോയുടെ ഫ്രണ്ട് കൂടെ വേറെ കോളേജ് ജോയിൻ ചെയ്തായിരുന്നു. അതിനെക്കൊണ്ട് വേറെ കോളേജ് ജോയിൻ ചെയ്തതുകൊണ്ട് ഹീറോയ്ക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് അത് ഹീറോയി മച്ചി അത് എന്ന് പറയായിരുന്നു. ഹീറോയ്ക്ക് മാരേജ് കഴിഞ്ഞെന്ന് ഹീറോയി പറഞ്ഞായിരുന്നു. അമ്മ അച്ഛനക്ക് ഷോക്കായിരുന്നു. എന്തടി മാരേജ് കഴിഞ്ഞ് പറയായിരുന്നു പ്ലീസ് മോം എന്ന് പറഞ്ഞു. അത് ഹീറോയി ടച്ച് നടന്നതുകൊണ്ട് ഹീറോയി മാരേജ് കഴിഞ്ഞെന്ന് പറയായിരുന്നു. അതുകൊണ്ട് ഹീറോയി പറയുന്നു എനിക്ക് മാരേജ് നടന്നു എന്ന് പറയാను. ക്രിസ്ത്യൻ സൈസ് മാരേജ് ആയത് പറഞ്ഞു. അത് റിങ് ഒരു ഫേക്ക് റിങ്ങാണ്, റിങ്ങിലാണ് മാരേജ് നടന്നത് ഹീറോയി പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് പേര് ഇത് എന്ന് പറഞ്ഞ് ഹീറോയി പറഞ്ഞു മനസ്സിലാക്കായിരുന്നു. ഹീറോയ്ക്ക് വേറെ വഴിയില്ല, ഞാൻ ആരെ മാരേജ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഹീറോയി മിണ്ടാതിരുന്നായിരുന്നു. ആ നജിമിനക്ക് ശരി ഓക്കെ എന്തായി അവളെ കാണാമെന്ന് നജിമിന് ഒരുമാതിരി തുടിച്ചുകൊണ്ടായിരുന്നു ഹീറോയിന്. അങ്ങനെയായിട്ട് ജിമ്മിൻ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ഹീറോയ്ക്ക് അങ്ങനെ ഡെലിവറി പെയിൻ വന്നു. കുറേ ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് ഡെലിവറി പെയിൻ വന്നു. അങ്ങനെ ബേബി ജനിച്ചു. ഹീറോയിന് മമ്മി ഡാഡിക്ക് ഷോക്കായിരുന്നു. അതേ മോം അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് വേറെ വഴിയില്ല. ഹീറോയ്ക്ക് ഒരുപാട് ബേബീനെ അബോർട്ട് ചെയ്യാൻ മനസ്സ് വന്നില്ലായിരുന്നു. നടന്ന കാര്യം പറഞ്ഞായിരുന്നു. ആ ഗുരുജി പറഞ്ഞ മതി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗുരുജി മിണ്ടാതിരുന്നായിരുന്നു. അങ്ങനെ ബേബീസ് ജനിച്ച് ജിമ്മിൻ്റെ ഇവിടെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ബേബീസിന് ഹീറോയ്ക്ക് ആരിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഒരു കുട്ടിയൊരു ഡോഗ് ഉണ്ടായിരുന്നു. പേര് ലക്കി എന്ന്.